ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസിനൊന്നും ഒട്ടും തന്നെ സപ്പോർട്ടില്ല. ഈ ഒരു വീഡിയോയും കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല. എങ്കിലും നമ്മളോട് അനുഭവം പങ്കുവെച്ച ആളുകൾക്ക് നമ്മൾ കൊടുത്ത വാക്ക് അത് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് തൃശ്ശൂരുള്ള ഒരു സുഹൃത്ത് പങ്കുവച്ച അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. തൃശ്ശൂർ മാള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരു 6-7 കിലോമീറ്റർ മാറിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹത്തിന് 3 വർഷം മുമ്പാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത്. ആ ഒരു സുഹൃത്തിൻ്റെ കൃത്യമായ പേരോ ആ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ പേരോ പറയണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവിടെയുള്ള ആളുകൾക്ക് ഇതിലെല്ലാം വിശ്വാസം വളരെ കുറവാണ്. ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവച്ച സുഹൃത്തിനെ തൽക്കാലം നമുക്ക് അരുൺ എന്ന് വിളിക്കാം. അരുണ് സ്വന്തമായി ചെമ്മീൻ കെട്ടെല്ലാമുണ്ട്. ആ ഒരു ഭാഗത്ത് നിറയെ ചെമ്മീൻ കെട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അരുണിനും സ്വന്തമായി ചെമ്മീൻ കെട്ടും, അവർക്ക് സ്വന്തമായൊരു വള്ളവുമുണ്ട്. അരുണിൻ്റെ അച്ഛനാണ് ചെമ്മീൻ കെട്ടിൽ രാത്രിയിൽ കാവലിരിക്കാൻ പോകാറ്. കാരണം ചില സമയത്തെല്ലാം രാത്രിയിൽ ആളുകൾ വന്ന് ചെമ്മീനെല്ലാം മോഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെമ്മീൻ കെട്ടിൻ്റെ നടുക്കായി ഒരു വഞ്ചിപ്പുര പോലെ ഒരു ഓലക്കുടിലൊക്കെ മേഞ്ഞ് ഒരു ചെറിയൊരു കൂരയുണ്ട്. അതിലാണ് രാത്രിയിൽ അരുണിൻ്റെ അച്ഛൻ അവിടെ കാവലിരിക്കാറ്. അങ്ങനെ ഒരു ദിവസം അരുണിൻ്റെ അച്ഛന് വയ്യാതായതുകൊണ്ട് തന്നെ അന്നൊരു രാത്രി അരുണിന് ആ ഒരു കെട്ടിന് കാവലിരിക്കേണ്ടി വന്നു. വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു ചെമ്മീൻ കെട്ട്. വീട്ടിൽ നിന്നും 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ചെമ്മീൻ കെട്ടെത്തും. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടും കാണാം, അധിക ദൂരെയുമല്ല. അരുണിന് അത്ര ഭയമുള്ള കൂട്ടത്തിലൊന്നുമല്ല. അച്ഛനെ പോലെ തന്നെ ധൈര്യശാലിയാണ്. അങ്ങനെ അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അരുൺ ചെമ്മീൻ കെട്ടിലെത്തി. ചെമ്മീൻ കെട്ടിൻ്റെ നടുക്കാണ് ആ ഒരു പുര ഇരിക്കുന്നത്, അതായത് അവർ കാവലിരിക്കുന്ന ആ ഒരു ഓലമേഞ്ഞ കൂര. അരുൺ പതുക്കെ പാട്ടൊക്കെ പാടി വഞ്ചിയൊക്കെ തുഴഞ്ഞ് അവിടെ എത്തി. പുഴയുടെ നടുക്കായതുകൊണ്ട് തന്നെ അവിടെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. പകരം അവർ യൂസ് ചെയ്യുന്നത് സോളാറിൽ ചാർജ് ചെയ്യുന്ന ഒരു എമർജൻസി ലൈറ്റാണ്. ആ ഒരു ചെമ്മീൻ കെട്ടിൽ ഒരാൾ കാവലുണ്ടെന്ന് അറിയിക്കാനായി ആ ഒരു ലൈറ്റ് അവിടെ എത്തിയതിനു ശേഷം എപ്പോഴും ഓണാക്കി വെച്ചിരിക്കും. അങ്ങനെ അരുൺ അവിടെ എത്തി ആ ഒരു എമർജൻസി ലൈറ്റ് ഓൺ ചെയ്ത് തൻ്റെ ഫോണിൽ പാട്ടെല്ലാം കേട്ട് പതുക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. സമയം 10-11 മണി ആയപ്പോഴേക്കും അരുണ് നല്ല ഉറക്കം വന്നു തുടങ്ങി. പതുക്കെ ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അരുൺ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറേ നേരത്തിന് ശേഷം പെട്ടെന്ന് ആരോ തൻ്റെ മുഖത്ത് ആഞ്ഞടിച്ച പോലെ അരുൺ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റു. പുറത്തു നിന്നും അകത്തേക്ക് നല്ല തണുത്ത കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. കുറച്ചു നേരം എണീറ്റിരുന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം വീണ്ടും അകത്ത് വന്നിരുന്നു. ഫോണെടുത്ത് സമയം നോക്കി. പുലർച്ചെ 2 മണി. എന്തോ പെട്ടെന്ന് മുഖത്തടിച്ച പോലെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റു. പിന്നെ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല. കുറച്ചു നേരം ഫോൺ നോക്കി ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അകലെ നിന്നും ആരോ ചൂളം വിളിക്കുന്ന പോലെ ഒരു ശബ്ദം അരുൺ കേട്ടത്. അരുൺ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരെയും തന്നെ കാണാനില്ല. പുറത്ത് ചെറിയൊരു നിലാവെളിച്ചമുണ്ട്. അതിനു മുമ്പിൽ തൂക്കിയിട്ട ആ ഒരു എമർജൻസി ലൈറ്റ്, അതിൻ്റെ പ്രകാശം മങ്ങി തുടങ്ങി. അതിൻ്റെ ചാർജ് കഴിയാറായിരിക്കുന്നു. അതിൽ ചാർജ് നിൽക്കുന്നില്ല എന്ന് അച്ഛൻ മുന്നേ പറഞ്ഞതാണ്. വേറൊരെണ്ണം വാങ്ങാൻ സമയവും കിട്ടിയില്ല. അതെടുത്തുകൊണ്ട് പോയി നന്നാക്കാനും പറ്റിയില്ല. ഇപ്പോഴാണെങ്കിൽ അതിൽ പ്രകാശം മങ്ങി ഇല്ലാതായി തുടങ്ങി. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി. ഒന്നും തന്നെ കാണാനില്ല. വീണ്ടും അകത്ത് കയറി അങ്ങനെ കണ്ണടച്ച് കിടന്നു. അപ്പോഴാണ് പുറത്തു നിന്നും ആരോ വല്ലാതെ അലറുന്നൊരു ശബ്ദം. ആ ഒരു കുടിലിൻ്റെ വാതിലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. ടോർച്ചടിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് എടുക്കാൻ മറന്നുവെന്ന് അരുണ് മനസ്സിലായത്. എന്താണെങ്കിലും പുറത്തിറങ്ങി നോക്കണ്ട എന്ന് തന്നെ അരുൺ വിചാരിച്ചു. അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ കണ്ണടച്ച് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് അവൻ കിടന്നു. അങ്ങനെ ഹെഡ്സെറ്റിൽ പാട്ടെല്ലാം വെച്ച് വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ അവിടെ കുറച്ചു നേരം കിടന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവനിരിക്കുന്ന ആ ഭാഗത്ത് ഒരു വല്ലാത്തൊരു ദുർഗന്ധം അവൻ അനുഭവപ്പെട്ടത്. എന്തോ ചത്ത് ചീഞ്ഞ് നാറുന്ന പോലത്തെ ഒരു മണം.
ഇത്രയും നേരമില്ലാത്ത ഈ ഒരു മണം എവിടുന്ന് വന്നു എന്നായി അവൻ്റെ ചിന്ത. കുറച്ചു നേരം അവൻ മൂക്കെല്ലാം പൊത്തിയിരുന്നു. അവനിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വല്ലാത്തൊരു തണുപ്പ് അവൻ അനുഭവപ്പെട്ടു. മാത്രമല്ല അവൻ്റെ ദേഹത്തെ രോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കാൻ തുടങ്ങി. അവൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു മുറിയിൽ വേറെ ആരോ ഉള്ളതുപോലെ അവന് അനുഭവപ്പെട്ടു തുടങ്ങി. അവൻ ഫോണിൻ്റെ ഹെഡ്സെറ്റെല്ലാം ഊരി ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റിനും നോക്കി. ചെറിയൊരു മുറിയാണ്, ആരെയും തന്നെ കാണാനില്ലേ. പക്ഷേ ആരോ ഉള്ള പോലൊരു ഫീല് അവന് വല്ലാതെ അനുഭവപ്പെട്ടു. അപ്പോഴാണ് ആ ഒരു കൂരയുടെ വെളിയിൽ നിന്നും ആരോ വല്ലാതെ ഏങ്ങലടിച്ച് കരയുന്ന പോലെ ശബ്ദം അവന് കേൾക്കുന്നത്. ഇത് തോന്നുന്നതാണോ അതോ ശരിക്കും ആരെങ്കിലും കരയുന്നുണ്ടോ എന്ന് അവന് തോന്നി. ആ നിമിഷം അതുവരെ ഇല്ലാത്ത പല ചിന്തകളും അവന് മനസ്സിലേക്ക് വന്നു. പ്രേതം, ആത്മാവ്, അങ്ങനെ അവൻ്റെ മനസ്സിൽ വല്ലാതെ ഭയം മൂടി. അവൻ പതുക്കെ വാതിലിന് വെളിയിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. അവൻ വന്ന വള്ളമില്ലേ, അതിന് മുകളിൽ എന്തോ ഒരു രൂപം മുഖം പൊത്തിയിരുന്ന് കരയുന്നു. അത് കണ്ടതും അവൻ ആകെ നിശ്ചലമായി. പെരുവിരൽ തൊട്ട് നെറുകം തല വരെ അവൻ്റെ തരിച്ചുപോയി. ആകെ ശരീരമാകെ ഫ്രീസായി. കാരണം ജീവിതത്തിൽ ആദ്യമായാണ് അത്തരമൊരു കാഴ്ച അവൻ നേരിട്ട് കാണുന്നത്. അവനതിനെ തുറിച്ചു നോക്കി. അവൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവന് തോന്നലാണോ ഉള്ളതാണോ? അവൻ നോക്കും തോറും ആ ഒരു രൂപം കുനിഞ്ഞിരുന്ന് വല്ലാതെ വളരെ ക്രീപ്പി ആയിട്ട് കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈയും കാലുമെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഒരു രൂപം പതിയെ തല പൊക്കി നേരെ ആ ഒരു വള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഇതെല്ലാം കണ്ടതും അരുണിൻ്റെ ശരീരമാകെ കുഴഞ്ഞ് തല കറങ്ങി അവിടെ തന്നെ വീണു. പിറ്റേ ദിവസം രാവിലെ നേരം പുലർന്നിട്ടും മോനെ കാണാത്തതുകൊണ്ട് അച്ഛൻ തന്നെ മറ്റൊരു വള്ളത്തിൽ അവനെ തേടിയെത്തി. അവിടെ കിടന്ന് ഉറങ്ങിയെന്നാണ് അവർ വിചാരിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കമാണ്. പക്ഷേ അവർക്കറിയില്ലല്ലോ അവൻ എന്താണ് സംഭവിച്ചതെന്ന്. അച്ഛൻ അവനെ വിളിച്ചെണീപ്പിക്കുന്ന നേരത്ത് അവൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ശരീരമാകെ പേടിച്ച് വിറച്ച് പനി പിടിച്ച് നല്ല ചൂടുള്ളതായിരുന്നു. ഇന്നലെ രാത്രി എന്തോ കണ്ട് പേടിച്ചതാന്ന് അച്ഛന് മനസ്സിലായി. അങ്ങനെ വള്ളത്തിൽ കയറ്റി അവനെയും കൊണ്ട് വീട്ടിലെത്തി. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പെല്ലാം ഇട്ട് ഒന്ന് ഭേദമായതിനു ശേഷം അവനോട് എന്താ നടന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് രാത്രി നടന്ന സംഭവം അതുപോലെ തന്നെ അരുൺ അച്ഛനോട് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഇതേ അനുഭവം ഒരു വട്ടം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തോന്നലായിരുന്നു എന്ന് വിചാരിച്ച് ഞാനത് വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ ഇതേ അനുഭവം ഇവനും ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ അച്ഛനും വല്ലാതൊരു ഭയം തോന്നി. അതിനുശേഷം അവരാരും ചെമ്മീൻകെട്ടിൽ രാത്രി കാവലിരിക്കാൻ പോകാറില്ല. പകരം പുതിയൊരു സോളാർ ചാർജർ വാങ്ങി അത് ആ ഒരു ചെമ്മീൻകെട്ടിൻ്റെ മുമ്പിലായി തൂക്കിയിടും. അന്ന് തൊട്ട് ഇന്ന് വരെ അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കാര്യം ഇവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. കാരണം ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഇതിലൊന്നും അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ആരോടും ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സുഹൃത്തിൻ്റെ കൃത്യമായ പേരോ അവർ താമസിക്കുന്ന ആ ഒരു കൃത്യമായ ലൊക്കേഷനോ നമ്മൾ പറയുന്നില്ല. ഈ ഒരു അനുഭവം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ ചെമ്മീൻകെട്ടിൽ ഒറ്റയ്ക്ക് കാവലിരിക്കാൻ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന് സപ്പോർട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നമ്മളുടെ അനുഭവം പങ്കുവെച്ച ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ തിരക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് മെസ്സേജിന് റീപ്ലൈ തരാനോ വീഡിയോ ചെയ്യാനോ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.